വിജയപരാജയങ്ങൾ ആർക്കൊക്കെ എന്നറിയാൻ കാത്തിരിക്കുന്ന കൈരളി പ്രേക്ഷകർക്ക് അശ്വമേധത്തിലേക്ക് സ്വാഗതം. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോലാബ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. താങ്ക് യു. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, നിഷ് കന്യാകുമാരി, ലൂമിനാർ, യെല്ലോ ക്ലൗഡ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ കാരണം ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നുവരുന്ന മത്സരാർത്ഥി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഒരു യുവാവാണ്. ഏറെ ആഹ്ലാദത്തോടെ ഈ വൈജ്ഞാനിക യാത്രയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട സിദ്ധാർത്ഥിനെ. സിദ്ധാർത്ഥ് വാക്കിൻ. ഹലോ സിദ്ധാർത്ഥ്. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞോട്ടെ, വളരെ പ്ലെയിനായി തമാശയായി എടുക്കണം, അതങ്ങനെ ഒരു വലിയ ഭാരമായൊന്നും മനസ്സിലെടുക്കരുത്. സിദ്ധാർത്ഥിനെ കണ്ടാൽ MA കഴിഞ്ഞ ഒരാളാണെന്ന് പറയില്ല. താങ്ക് യു. ഇത് പലരും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു യങ് ആവാനുള്ളൊരു അറിയില്ല, എനിക്ക് ബൈ നേച്ചറാണോ ബൈ ബർത്ത് ആണോ അറിയില്ല. എന്തായാലും താങ്ക് യു. പറയൂ, എവിടെയൊക്കെയാണ് പഠിച്ചത്? ഞാൻ ഡിഗ്രി സ്കൂളിംഗ് മൊത്തം ചെയ്തത് എറണാകുളം CCPLത്തിലാണ്. പിന്നെ +1 ചെയ്തത് സീക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോളേജും SH തന്നെയാണ്. സോഷ്യോളജിയിലാണ് ഞാൻ ബിരുദം നേടിയത്. അപ്പോൾ ടാൽക്കോട്ട് പാഴ്സൺസോ എമിലി ഡർക്കിമോ വല്ലതും ആയിരിക്കും മനസ്സിലല്ലേ? അത് മാത്രമല്ല, നമ്മുടെ ഓഗസ്റ്റ് കോംപ്റ്റ് ഉണ്ട്, കുറേ ഉണ്ട്. മാക്സ് വെബർ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഹിസ്റ്ററി MA ആണ് ഞാൻ MG മെയിൻ ക്യാമ്പസ് അതിരമ്പുഴ, അവിടെ നിന്നാണ് കഴിഞ്ഞത്. റാങ്ക് കിട്ടി. 3rd റാങ്കോടെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ബ്രദറുണ്ട്, ഗ്രാൻഡ് മദർ, ഫാദർ, പിന്നെ മദറും. ബ്രദർ ജർമ്മനിയില്ല ഇപ്പോൾ. ഓ, എന്ത് ചെയ്യുന്നു? അവൻ അവിടെ ഡാറ്റ സയൻസ് പഠിക്കുക. ഒരു അനിയൻ. അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു? അച്ഛൻ ഒരു ഷിപ്പിംഗ് കമ്പനിയില്ല, ഒരു ലോജിസ്റ്റിക്സ് ഫേമില്ല. എവിടെ? നാട്ടിൽ? കൊച്ചിയിൽ തന്നെ. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? അമ്മയും ഇതേപോലെ ഒരു MNCയില്ല, ഓൾ കാർഗോ എന്ന് പറഞ്ഞിട്ട്. എന്താണ് അച്ഛൻ്റെ പേര്? സേതുമാധവൻ. അമ്മയുടെ പേര്? സ്മിത സേതു. സേതുമാധവൻ്റെയും സ്മിതയുടെയും മകനായ സിദ്ധാർത്ഥ് എന്ന ഈ മിടുക്കൻ ഇപ്പോൾ ഞങ്ങളോടൊപ്പം അശ്വമേധത്തിൻ്റെ ഈ ഹോട്ട് സീറ്റിലുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് ആക്ടിവിറ്റീസ്? ഞാൻ ബേസിക്കലി എഴുത്തുകാരനാണ്. ഓ, എന്താണ് എഴുതുന്നത്? ഞാൻ കവിത, കഥ, ലേഖനം എല്ലാം എഴുതും, മിക്കതും. എല്ലാ ഷാനേഴ്സും എഴുതാറുണ്ട്. ഇംഗ്ലീഷ്. അശ്വമേധത്തിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് ലഭിച്ചത്? ഞാൻ നമ്മുടെ മസ്ക് ഉണ്ടല്ലോ, എലൻ മസ്ക്. ബേസിക്കലി ഞാൻ കുറേ ബുക്സൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ എലൻ മസ്ക് ഒരു റോൾ മോഡലാണ്, ഒരു ഐഡിയൽ ഫിഗറാണ്. അപ്പോൾ എലൻ മസ്ക് ഈ ഇടയ്ക്ക് ഒരു ചലഞ്ച്, കുറച്ച് നാളുകൾക്ക് ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ യങ്സ്റ്റേഴ്സിനോട്. നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ നിങ്ങൾക്ക് ഡിസപ്പിയർ ആയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സക്സസ്, യുണീക്കായിട്ടുള്ള സക്സസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം. ഡിസപ്പിയർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലീനെ ഡിസപ്പിയർ ചെയ്യുന്നു. ഡിസപ്പിയർ ഇൻ ദ സെൻസ് വേറെ എവിടെയല്ല, വീട്ടിൻ്റെ അകത്ത് അടച്ചു പൂട്ടി ഇരിക്കലേന്ന് പണി. പുസ്തകം വായിക്കലും പിന്നെ പഠിപ്പിക്കലും എഴുത്തും എല്ലാം കൂടെ ഒരു 19 hours മൊത്തത്തിൽ റൗണ്ട് അടിച്ച് സ്പെൻഡ് ചെയ്തിരുന്നു. 100 രാജ്യങ്ങൾ, ഏകദേശം എബോവ് 100 തോന്നുന്നു രാജ്യങ്ങളിലെ ലേഖനങ്ങൾ, പത്രങ്ങൾ, മാസികകൾ, ജേർണൽസിൽ കഥ, കവിത, ലേഖനം ഈ 4 മാസത്തിനുള്ളിൽ വരുത്തി. പ്രണയം ഇതേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രണയത്തിനെ പറ്റി കുറേ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആരും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. ആരും മറ്റേ ക്ലീഷേ, ഇതൊക്കെ എറണാകുളത്തെ കുട്ടികളൊന്നും കേൾക്കുന്നില്ല. ഇത് ക്ലീഷേ വാക്കായി മാറി സാർ. അത് നമ്മുടെ ഐ ലവ് യു, അത് ക്ലീഷയാണ്. അതിപ്പോൾ ആരും അത് മാത്രമല്ല, പ്രണയത്തിലും ഉണ്ടല്ലോ എന്തെങ്കിലും മിസ്റ്ററി. നമ്മുടെ എഴുത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മൊത്തം മിസ്റ്ററി ആണല്ലോ. ലവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ലവ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കം ഒരു ഇതുണ്ടാവും, നല്ല തുടക്കം ഉണ്ടാവും. മിഡിൽ പാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇമോഷൻ ആയിരിക്കും, അവസാനം ട്രാജഡി ആയിരിക്കും, ഷേക്സ്പിയറൻ ട്രാജഡി പോലെ. അതുകൊണ്ട് ഞാനതിൽ ഇൻവോൾവ് അല്ല.
ആദ്യത്തെ സെഗ്മെൻറ്റ് വളരെ എളുപ്പം കടന്നുകൂടണം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിദ്ധാർത്ഥ് കണ്ടെത്തേണ്ടത് ഒരു വാക്കാണ്. 7 അക്ഷരങ്ങളുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ഗ്രില്ലസ് കാമ്പസ്ട്രിസ്. ജീവനുള്ള എന്തിൻ്റെയോ ശാസ്ത്രീയ നാമമാണത്. അടുത്ത സൂചന വേണോ? ശരി. ഹാരോൾഡ് പിൻറ്റർ പ്രശസ്തനായ എഴുത്തുകാരനാണ്, അറിയാലോ. KL മോഹനവർമ്മ നമ്മുടെ കൊച്ചിക്കാരനാണ്, എഴുത്തുകാരനാണ്. മോഹനവർമ്മ സാറും ഹാരോൾഡ് പിൻറ്ററും അദ്ദേഹത്തിൻ്റെ വിദേശത്ത് നിന്നുകൊണ്ട് അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷിൽ, മോഹനവർമ്മ സാറ് മലയാളത്തിൽ 2 വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ എഴുതി. 2നും പക്ഷേ ഈ പേരാണ്. അടുത്ത സൂചനയിലേക്ക് പോവാം. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ എന്ന ആൾട്ടർനേറ്റീവ് ശീർഷകം അല്ലെങ്കിൽ മറ്റൊരു ഉപശീർഷകവുമായി പുറത്തിറങ്ങിയ പ്രശസ്തമായ ഒരു ഇന്ത്യൻ സിനിമ ചർച്ച ചെയ്യുന്നത് ഈ വാക്കുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അടുത്ത സൂചനയിലേക്ക് പോവാം. നിങ്ങൾ കണ്ടെത്തേണ്ട വാക്കിൽ ഉപയോഗിക്കുന്ന ഒന്നിന്, പ്രധാനപ്പെട്ട ഒന്നിന് പരമാവധി ഭാരം, പരമാവധിയല്ല, അതിൻ്റെ നിയമപരമായ അളവ് 155.9 ഗ്രാം മുതൽ 163 ഗ്രാം വരെ ഭാരം പാടുള്ളൂ. ആ വാക്ക് എന്താണോ അതിൽ ഉപയോഗിക്കുന്ന ഒന്നിൻ്റെ ഭാരം. 5 ഔൺസ് എന്നൊക്കെ പറയാമല്ലേ വേണമെങ്കിൽ. ക്രിക്കറ്റാണോ? എന്താ ക്രിക്കറ്റോ? അല്ല, അതെന്താ ക്രിക്കറ്റ് എന്ന് പറഞ്ഞത്? അല്ല, ഇദ്ദേഹം KL മോഹനവർമ്മ ഈ സ്പോർട്സിനെ പറ്റി എന്തൊക്കെ എഴുതിയെന്ന് ഒരു എവിടെ കേട്ട പോലെ. KL മോഹനവർമ്മ ഏതോ ബുക്ക്. KL മോഹനവർമ്മ ഗോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗോൾ എഴുതിയിട്ടുണ്ടല്ലേ. സ്പോർട്സിനെ പറ്റി എന്തോ വേറെ എഴുതിയിട്ടുണ്ടോ? ഹാരോൾഡ് പിൻറ്റർ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ പിന്നെ എന്താ ഈ ആദ്യത്തെ അവസാനം പറഞ്ഞ ഭാരം? 5 ഔൺസ് 155 ഗ്രാം. കൺഫ്യൂഷനാണ്. ഗ്രില്ലസ് കാമ്പസ്ട്രിസ് എന്ന് സുവോളജിക്കൽ നെയിമുള്ളത് ക്രിക്കറ്റിനാണ്. 5 ഔൺസ് 155 മുതൽ 163 വരെ ഭാരം വരാവുന്ന ഒരു ക്രിക്കറ്റ് ബോളിനാണ്. ഹാരോൾഡ് പിൻറ്ററുടെയും KL മോഹനവർമ്മയുടെയും പ്രശസ്തമായ കൃതിയുടെ പേര് ക്രിക്കറ്റ് എന്നാണ്. മറ്റൊരു സൂചന ഞാൻ തന്നത് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ എന്നത് ലഗാൻ എന്ന സിനിമയുടെ ഉപശീർഷകമാണ്. ലഗാൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് തന്നെ ക്രിക്കറ്റാണ്. 25,000 രൂപയ്ക്ക് വേണ്ടി ഒരിടക്കാലത്തെ ഏകാന്ത വാസത്തിന് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന സിദ്ധാർത്ഥ് അശ്വമേധത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നു. അഭിനന്ദനങ്ങൾ സിദ്ധാർത്ഥ്. അനീഷ പ്ലീസ്. പിന്നെ ഈ റൗണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ സ്പോർട്സ് എന്ന്, പക്ഷേ അതിൻ്റെ സാർ പറഞ്ഞാൽ അത് സയൻറ്റിഫിക് ടേം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു. പിന്നെ മറ്റേ ഞാൻ അങ്ങനെ മൂവീസും അങ്ങനെ വലുതായിട്ട് കാണാറില്ല, അതുകൊണ്ടൊരു ഡിഫിക്കൽട്ടി. ലഗാൻ വളരെ പ്രശസ്തമായിരുന്നു. സർ, ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് സിദ്ധാർത്ഥിനോടൊപ്പം യാഗം. സിദ്ധാർത്ഥ് വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അല്ല. ജന്മം കൊണ്ടോ സിറ്റിസൺഷിപ്പ് കൊണ്ടോ ഇന്ത്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഏഷ്യൻ അല്ല. അല്ല. യൂറോപ്യൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. ഇല്ല. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. അതിന് മുമ്പ് മരിച്ചു. 1800 ശേഷം മരണം? അതെ. യൂറോപ്യൻ? യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം.
ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇതിലൊന്നാണോ രാജ്യം? അതെ. 19-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ അല്ലേ? 19th സെഞ്ചുറി ആണെന്ന് പറഞ്ഞു, ആഫ്റ്റർ 1800 ആണെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ്? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം? യെസ്. മൂന്നുണ്ട്. മൂന്നിലും ഓരോ അല്ലല്ല, യെസ് ഓർ നോ മാത്രം പറയും. ഇതിലൊന്നിലാണോ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശസ്തി? സാഹിത്യം. താങ്ക് യു. അങ്ങനെ പറഞ്ഞു തരരുത്, യെസ് മാത്രമേ പറയൂ. സോറി. ഇതിപ്പോൾ എൻ്റെ 3 ചോദ്യം നിങ്ങൾ ലാഭിച്ചു തന്നു എനിക്ക്. അയ്യോ. പ്രധാന പ്രശസ്തി സാഹിത്യമാണ്, എന്നാൽ 3 ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഇങ്ങോട്ട് ചെറുകഥാ നോവൽ? നോ. അല്ല. കവിത? യെസ്. 1850 ശേഷം മരണം? 1850 ശേഷം മരണം? നോ. 16 ചോദ്യങ്ങൾ രാജസൂയ. ആയിരത്തി 1850 മുമ്പേ മരിച്ച ബ്രിട്ടീഷുകാരന് രാഷ്ട്രീയവുമായി ബന്ധമുണ്ടാകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒബ്വിയസ്ലി കണക്റ്റഡ് വിത്ത് രാഷ്ട്രീയവുമായി ബന്ധമുണ്ടാകുന്നത് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. 17ാമത്തെ ചോദ്യം. 1850 മുമ്പ് മരിച്ചു എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് രാജകുടുംബവുമായോ പ്രഭു കുടുംബവുമായോ ബന്ധമുണ്ടായിരുന്നോ? പ്രഭു കുടുംബം. യെസ്. പ്രഭു. താങ്ക് യു. അതും പറഞ്ഞു തന്നോ? പ്രഭുവാണോ? യെസ്. ലോർഡ് 1850 മുമ്പ് മരിച്ചു. ടെന്നീസിനൊന്നും 1850 ആ പീരീഡ് അല്ല. 1800-നും 1850-നും ഇടയിൽ മരിച്ച ബ്രിട്ടീഷ്. 18ാമത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണോ? അദ്ദേഹവുമായി ബന്ധുത്വം വഴി പ്രശസ്തിയുള്ള ഒരാളാണോ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ മോഡം ഉണ്ടാക്കിയത്? യെസ്. കറക്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ഒരാളാണോ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്പ്യൂട്ടർ മോഡം ഉണ്ടാക്കിയ അഡാ ലവ്ലേസ് എന്നാണ് ചോദ്യം. അതെ. അദ്ദേഹം ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ചരിത്രം പരാമർശിക്കുമ്പോൾ കവികളിലെ നിരന്തര കാമുകനായിരുന്ന, അസംഖ്യം പ്രണയിനികളുടെ ഉടമയായിരുന്ന, ജീവിതം സുഖലോലുപതയുടെ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ജഹാംഗീർ ചക്രവർത്തിയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ജീവിതത്തെ വല്ലാതെ കണ്ട് ധൂർത്തടിച്ച, അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മരണത്തിൻ്റെ മഹാലോകത്തിലേക്ക് മടങ്ങിപ്പോയ ഡോൺ ജുവാനെ പോലുള്ള ഉജ്ജ്വലമായ സൃഷ്ടികൾ നടത്തിയ ഒരു എഴുത്തുകാരനാണോ? അതെ. യെസ്. 20ാമത്തെ ഏറ്റവും മനോഹരമായ ചോദ്യം. അതെൻ്റെ കുട്ടിക്കാലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഓർമ്മയാണ്. പ്രഭാത് പബ്ലിക്കേഷൻസ് എന്നൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ അന്ന് ബാലവിജ്ഞാന കോശം എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം പുറത്തിറക്കും. അപ്പോൾ അത് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അതിനകത്ത് ഫോട്ടോകൾ കളറാണ്. കളർ ഫോട്ടോയിൽ തലപ്പാവ്, ഈ ടർബൻ പോലെ തലപ്പാവൊക്കെ വെച്ച്, തൂവലുള്ള തലപ്പാവ് വെച്ച ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പേജ് മറിച്ച് പോകുമ്പോൾ ഒരു ഫോട്ടോ കണ്ടിട്ട് പെട്ടെന്ന് രാജാവാണ്, ഇത് ഏത് രാജാവാണ് എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് രാജാവല്ല, മറിച്ച് പ്രണയത്തിൻ്റെ രാജാവായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ വല്ലാതെ കണ്ട് പ്രണയിച്ച ഒരുപാട് കവിതകൾ, അതുകൊണ്ട് തന്നെ ദീർഘമായ കവിതകൾ എഴുതിയ, വിശ്വ സാഹിത്യ ചരിത്രത്തിലെ എണ്ണം പറഞ്ഞ പേരുകളിൽ ഒന്നാണ് താങ്കളുടെ മനസ്സിൽ ബൈറൺ പ്രഭു, ലോർഡ് ബൈറൺ ആണ് എങ്കിൽ ആണോ? യെസ്. ലോർഡ് ബൈറനൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള ആരാധനാപാത്രമാണ് കേട്ടോ. ലോർഡ് ബൈറൻ്റെ ചിത്രം ഇപ്പോൾ ഈ പ്രിൻ്റ് ചെയ്ത് വരുന്ന കളർ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ മുഗൾ രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ, പടം വരച്ചു വയ്ക്കുന്ന ചിത്രങ്ങൾ കാണുന്നത് പോലെ രസകരമായ ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ലോർഡ് ബൈറൺ
ഇംഗ്ലീഷ് കാൽപ്പനിക പ്രസ്ഥാനത്തിലെ പ്രധാനികളിലൊരാൾ, ബ്രിട്ടീഷ് കവികളിൽ പ്രമുഖൻ, കേംബ്രിഡ്ജിൽ വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല ഒരു സഞ്ചാരി കൂടിയായിരുന്നു ബൈറൻ. ഇറ്റലിയും ഓസ്ട്രിയയുമായുള്ള യുദ്ധത്തിൽ ഇറ്റലിയിലെ വിപ്ലവ സംഘടനയായ കാർബണാരിയിൽ ബൈറൻ ഒരു പ്രാദേശിക നേതാവായി പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് ഓട്ടോമൻ ആധിപത്യത്തിനെതിരെയുള്ള ഗ്രീക്കുകാരുടെ വിമോചന സമരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഗ്രീസിലെത്തി. ഗ്രീസിലെ മിസോലാങ്കിയിലായിരിക്കെ അദ്ദേഹം പനി ബാധിച്ചു മരിച്ചു. PB ഷെല്ലി ഉൾപ്പെടെ നിരവധി സതീർത്ഥത്തിലുള്ള ലോർഡ് ബൈറന്റെ മകളാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി പരിഗണിക്കപ്പെടുന്ന ലേഡി എഡ ലവ്ലേസ്. വരൂ അനീഷ, ചരിത്രം ഇഷ്ടമായതുകൊണ്ടാണോ ലോർഡ് ബൈറൺ വിചാരിച്ചത്? അല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പുള്ളി ഒരു മിത്തുവാണ്. ലോർഡ് ബൈറന് 10-35 വയസ്സായപ്പോൾ ലോർഡ് ബൈറൺ മരിച്ചുപോയി. 36 36 വയസ്സായപ്പോൾ ലോർഡ് ബൈറൺ മരിച്ചുപോയി. ജീവിതം വല്ലാതെ ധൂർത്തടിച്ച ഒരാളായിരുന്നു ലോർഡ് ബൈറൺ. ഇത് മിൽമ, കേരളം കണികണ്ടുകൊണ്ടിരുന്ന നന്മ നൽകുന്ന ഒരു ഉപഹാരം. ഇത് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അശോപഹാരം. കുറച്ചു കാലം അടച്ചിരിക്കുകയായിരുന്നു മുറിക്കകത്ത്. കുറേ വായിച്ചു, കുറേ എഴുതി, കുറേ രാജ്യങ്ങളിൽ ആർട്ടിക്കിളുകൾ പ്രസിദ്ധീകരിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഒരുപാട് നേരം സംസാരിക്കാതിരിക്കേണ്ടി വന്നു. അതെ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗം, ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സംസാരം, അത് ചിലപ്പോഴൊക്കെ ഒരു നിമിഷത്തിൻ്റെ വല്ലാത്തൊരു മൗനമാണ്. സ്റ്റേ ട്യൂൺഡ്.